ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. പാർവതി പറഞ്ഞത് പ്രകാരം ഗാർഗി ഒരു നാരങ്ങ എടുത്തുകൊണ്ട് പാറുവിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഈ കാഴ്ച കണ്ട് പേടിയോടെ നിൽക്കുകയാണ് പ്രതാപനും പ്രഭാവതിയും. തുടർന്ന് ആ നാരങ്ങ കയ്യിൽ പിടിച്ച് പ്രാർത്ഥിക്കുകയാണ് പാറു. അതിനുശേഷം പാറു പറയുകയാണ്, ഞാൻ ഒന്നുകൂടി പ്രാർത്ഥിച്ചിട്ട് ഈ നാരങ്ങ മുകളിലേക്ക് എറിയും. ആ മുകളിലേക്ക് എറിയുന്ന നാരങ്ങ എൻ്റെ കയ്യിൽ വന്ന് പതിക്കുമ്പോൾ അത് അനങ്ങുന്നുണ്ടെങ്കിൽ പണം ഈ വീട്ടിലില്ലെന്ന് അർത്ഥം. അതേസമയം എൻ്റെ കയ്യിൽ നാരങ്ങ വന്നിട്ട് അനങ്ങുന്നില്ലെങ്കിൽ പണം ഈ വീട്ടിൽ തന്നെയുണ്ട്. ഇത് കേൾക്കുന്ന എല്ലാവരും അമ്പരപ്പോടെ പാറുവിനെ നോക്കുകയാണ്. അങ്ങനെ പാറു നാരങ്ങ മുകളിലേക്ക് എറിയുകയാണ്. അതേസമയം നാരങ്ങ കുറെ നേരം വായുവിൽ തന്നെ നിശ്ചലാവസ്ഥയിൽ നിൽക്കുന്നു. ഇത് കാണുന്ന എല്ലാവരും ഒരു ഞെട്ടലോടെ നാരങ്ങയെയും പാറുവിനെയും നോക്കുമ്പോൾ നാരങ്ങ കൃത്യമായി പാറുവിന്റെ കയ്യിൽ വന്ന് പതിക്കുകയും നാരങ്ങയ്ക്ക് അനക്കമൊന്നും ഇല്ലാതാവുകയും ചെയ്യുന്നു. ഇത് കാണുന്ന പാറു പറയുകയാണ്, അപ്പോൾ പണം ഈ വീട്ടിൽ തന്നെയുണ്ട്. ഇനി ഞാൻ ഈ നാരങ്ങയുമായിട്ട് എല്ലാവരുടെയും മുറിയിൽ പോകും. ഏത് മുറിയിൽ ചെല്ലുമ്പോഴാണോ നാരങ്ങയ്ക്ക് അനക്കമുണ്ടാകുന്നത് ആ മുറിയിൽ പണമുണ്ട്. ഇത് കേൾക്കുന്ന പ്രഭാവതിയും പ്രതാപനും പേടിയോടെ നിൽക്കുകയാണ്. നിങ്ങളാരും എൻ്റെ ഒപ്പം വരണ്ടെന്നും ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് പാറു നാരങ്ങയുമായി ആദ്യം തന്നെ വിശാലിന്റെ മുറിയിലേക്ക് പോകുന്നു. അതിനുശേഷം പ്രഭാവതിയുടെ മുറിയിലേക്കും പിന്നീട് പാറു തൻ്റെ മുറിയിലേക്കും പോകുന്നു. ശേഷം നാരങ്ങ ഉദയനൂരമ്മയുടെ വിളക്കിന്റെ അടുത്ത് വെച്ച് വിളക്ക് കത്തിച്ച് പാറു പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഉദയനൂരമ്മേ, ഇത് ആരെന്നെ ചതിക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിലും അവരെ എൻ്റെ മുന്നിൽ തന്നെ കാട്ടിത്തരണേ. കൂടാതെ ആ പണവും ഇന്ന് തന്നെ കിട്ടണേ എന്ന് പറഞ്ഞുകൊണ്ട് പാറു ആ നാരങ്ങ അവിടെ തന്നെ വെച്ച് മുറിയുടെ പുറത്തേക്ക് ഇറങ്ങുന്നു. ശേഷം വിശാലിന്റെ അടുത്ത് ചെന്ന് പാറു പറയുകയാണ്, ഇന്ന് സൂര്യാസ്തമയത്തിന് മുമ്പ് തന്നെ പണം കിട്ടിയിരിക്കും. പണം ഈ വീട്ടിൽ തന്നെയുണ്ട്. ആരോ എന്നെ പറ്റിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്തതാ. അവർ തന്നെ എന്താണെങ്കിലും പണം കൊണ്ട് എൻ്റെ മുറിയിൽ തന്നെ വെച്ചോളൂ. അല്ലെങ്കിൽ ഈ വീട്ടിൽ എവിടെയെങ്കിലും അവര് പണം ഉപേക്ഷിച്ചോളും. ഇല്ലെങ്കിലേ ഉദയനൂരമ്മയുടെ ഉഗ്രകോപം അവര് ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും പാറു പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും. ഇത് കേൾക്കുന്ന അച്ചമ്മ പറയുകയാണ്, ആരാണ് പണമെടുത്തതെന്ന് വെച്ചാ മര്യാദയ്ക്ക് കൊണ്ടുവെക്കുന്നതാകും അവർക്ക് നല്ലത്. ദേവിയുടെ കോപമൊക്കെ കിട്ടുക എന്ന് വെച്ചാൽ ചിന്തിക്കാൻ കൂടി വയ്യെന്ന് അച്ചമ്മ പറയുമ്പോൾ അങ്ങനെയൊക്കെ ഇവിടെ ആര് ചെയ്യാനാണെന്ന് പ്രഭാവതി ചോദിക്കുന്നു. അതിനുശേഷം പ്രഭാവതി പ്രതാപനെ വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് പോവുകയാണ്. ഇനി എല്ലാവർക്കും പിരിഞ്ഞു പോകാമെന്ന് പാറു പറയുമ്പോൾ എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് പോകുന്നു. അതേസമയം സുശീല പറയുകയാണ്, ഞാനും ജാസ്മിനും എന്ത് കണ്ടാലും അപ്പോൾ പ്രതികരിക്കും. അല്ലാതെ പണമൊന്നും അടിച്ചു മാറ്റേണ്ട അവസ്ഥ ഞങ്ങൾക്കൊന്നുമില്ല. അത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവരും അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയെയും പ്രതാപനെയുമാണ്. പ്രതാപനെ വിളിച്ചുകൊണ്ട് പല്ലവിയുടെ മുറിയിലേക്ക് വന്നിരിക്കുകയാണ് പ്രഭാവതി. എടാ, നീ ആ പണം ഇങ്ങെടുത്തേ. നമുക്ക് അത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റണം. ആ പാർവതിയുടെ മുറിയിൽ വല്ലതും കൊണ്ടുവയ്ക്കാം. അതാകും നല്ലത്. പല്ലവിയെ കൊടുക്കാൻ വേണ്ടിയാ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇനിയും നമുക്ക് അവസരം വരും. ഇപ്പൊ എന്താണെങ്കിലും ദേവി കോപമൊന്നും ഏറ്റുവാങ്ങാൻ എന്നെ കൊണ്ട് വയ്യ. എന്റെ ചേച്ചി അതൊക്കെ വിശ്വസിച്ചോ എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ്, എന്റെ പ്രതാപ, നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ആദ്യം ആ പണം ഇങ്ങെടുത്തേ. അതേസമയം അതിലേ പോകുന്ന പാറു ഇവരുടെ സംസാരം കേട്ട് മറഞ്ഞു നിന്ന് നോക്കുകയാണ്. അങ്ങനെ പ്രഭാവതിയുടെ നിർദ്ദേശപ്രകാരം ഡ്രോ തുറന്ന് പണമെടുത്ത് പ്രഭാവതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് പ്രതാപൻ. ആ കാഴ്ച കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പാറു. പല്ലവിയെ കള്ളിയാക്കാൻ നോക്കിയിട്ട് അവസാനം നമ്മുടെ കള്ളക്കളിയെല്ലാം പുറത്തു വരുന്ന അവസ്ഥയാ പ്രതാപ. അതുകൊണ്ട് പെട്ടെന്ന് ഈ പണം എവിടെയെങ്കിലും കൊണ്ട് വെക്കണം. ഇത് കേൾക്കുന്ന പാറു അവരെ തന്നെ രൂക്ഷമായി നോക്കുകയാണ്. തുടർന്ന് അവർ പുറത്തേക്ക് ഇറങ്ങാൻ നേരം പാറു അവിടെ മറഞ്ഞു നിൽക്കുന്നു. അങ്ങനെ പ്രതാപനും പ്രഭാതിയും കൂടി പണപ്പെട്ടിയുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോ പല്ലവിയെ കുടുക്കിയിട്ട് അതുവഴി എന്നെയും കൂടി ഇവിടുന്ന് പറഞ്ഞയക്കാനായിരുന്നു ഇവരുടെ പരിപാടി. അത്രയും പറഞ്ഞുകൊണ്ട് അവര് പോയ വഴി ദേഷ്യത്തോടെ നോക്കുകയാണ് പാറു. പിന്നീട് കാണിക്കുന്നത് ഗാർഗിയെയും പാറുവിനെയുമാണ്. ഗാർഗി പറയുകയാണ്, നീ നാരങ്ങ കൊണ്ടുവരാൻ പറഞ്ഞപ്പോ ഞാൻ കരുതിയത് ഇതൊന്നും നടക്കില്ലെന്നാ. എന്താണെങ്കിലും പണം കിട്ടിയല്ലോ, അത് തന്നെ നല്ലതെന്ന് ഗാർഗി പറയുമ്പോൾ പാറു പറയുകയാണ്, 20 ലക്ഷം രൂപയാ പോയത്. അത് കാണാതെ പോയപ്പോ ഞാൻ ഉദയനൂരമ്മയാണ് വിളിച്ചു പ്രാർത്ഥിച്ചത്. അമ്മയാ ഈ നാരങ്ങ വെച്ചുള്ള വിശേഷാൽ പൂജ ചെയ്യാൻ എന്നെ ഓർമ്മിപ്പിച്ചതും. എന്താണെങ്കിലും അത് ഫലം കണ്ടല്ലോ. പണം തിരികെ കിട്ടി, അത് തന്നെ ആശ്വാസം. എന്താണെങ്കിലും കള്ളൻ കപ്പലിൽ തന്നെയുണ്ട്. ഇത് കേൾക്കുന്ന ഗാർഗി പറയുകയാണ്, അതാരാണെങ്കിലും അവരെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് കണ്ടെത്തി ഇവിടെ നിന്ന് പറഞ്ഞയക്കണം. അവർ നമ്മുടെ വീടിനും കൂടിയാ ദ്രോഹം ചെയ്തത്. ഇത് കേൾക്കുന്ന പാറു അതിനെ ശരിവെക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയെയും പ്രതാപനെയുമാണ്. എങ്കിലും ചേച്ചി കാണിച്ചത് ശുദ്ധ മണ്ടത്തിന് തന്നെയാ. അവൾ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി ചേച്ചി എന്തിനാ അതൊക്കെ കേൾക്കാൻ നിന്നത്? എന്റെ പ്രതാപ, അവളെ നാരങ്ങ മുകളിലേക്ക് എറിഞ്ഞപ്പോ അതാ വായുവിൽ നിന്നത് നീയും കണ്ടതല്ലേ. കൂടാതെ അവള് പൂജ മറ്റുമൊക്കെ ചെയ്യുമ്പോഴേ അവളുടെ കണ്ണിന് ഒരു പ്രത്യേക തിളക്കമാ. നീ അതൊന്ന് ശ്രദ്ധിച്ചാ മതി. എന്റെ ചേച്ചി അവൾ ഇനിയും ഇങ്ങനെയൊക്കെ ഓരോ പൂജകൾ നടത്തിയെന്നിരിക്കും. അത് കരുതി ചേച്ചി എന്താ സ്വത്തുക്കളെല്ലാം ഉപേക്ഷിച്ച് പോകാൻ പോവുകയാണോ? ഇത് കേൾക്കുന്ന പ്രഭാവതി പറയുകയാണ്, അതിന് അവളെ ജീവിക്കാൻ ഞാൻ അനുവദിച്ചിട്ട് വേണ്ടേ? പ്ലാന്റിന്റെ ഉദ്ഘാടനം അന്നത്തോടെ അവളുടെ മരണവും സംഭവിച്ചിരിക്കും.
അതുവരെ മാത്രമാ അവളുടെ ആയുസ്. അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുന്ന പ്രഭാവതിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.